അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണെങ്കിലും ഇസ്ലാമിൽ നിലകൊള്ളുന്ന ആളുകളാണെങ്കിലും ഓരോ വ്യക്തിയും തൻ്റെ വിശ്വാസം ശരിയാണോ എന്നുള്ളത് പരിശോധിക്കണം. കാരണം നമ്മൾ ശരിയായ നിലയിലാണോ ഇപ്പോൾ ഇസ്ലാം മതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇസ്ലാം മതത്തിന് ഒരു നിയമമുണ്ട്, ഏകദൈവ വിശ്വാസം. അതായത് പരിശുദ്ധനായ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ പരിശുദ്ധനായ അള്ളാഹു മാത്രമാകുന്നു ദൈവം എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണോ, ആ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ പല ആവർത്തി നമ്മൾ പരിശോധിക്കണം. തെറ്റുകളിലേക്ക് വീണു പോകാൻ വളരെ എളുപ്പമാണ്, പക്ഷെ തിരിച്ച് കരകയറുക എന്നുള്ളത് വളരെ പ്രയാസമേറിയതും കൂടിയാണ്. നമ്മൾ പരിശുദ്ധനായ അല്ലാഹുവിലുള്ള നമ്മളുടെ വിശ്വാസം പൂർണ്ണമായതാണെങ്കിൽ നമുക്ക് വളരെയധികം പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആ വിശ്വാസത്തിലെ മിസ്റ്റേക്കുകൾ വരുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ ഖുർആൻ ഓതാതിരിക്കുമ്പോഴാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം കഴിയുന്ന അത്രയും വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ശിർക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളുടെ തലയ്ക്കകത്ത്, നമ്മളുടെ ഓർമ്മയിൽ, നമ്മളുടെ ബോധത്തിലെല്ലാം പരിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുള്ള അറിവുകൾ ഉണ്ടാവും. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് വലിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അത് സംസാരിക്കുകയോ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കും, അല്ലാഹു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, പറയരുത്, പ്രവർത്തിക്കരുത് എന്നുള്ളത്. നമ്മളെ പല തെറ്റുകളിൽ നിന്നും പിന്നോട്ട് വലിക്കാൻ ഈ ഖുർആൻ പാരായണം നമ്മൾക്ക് സഹായം തന്നെയാണ്. ജീവിതത്തിലെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കുക, അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ, അദ്ദേഹം എന്തൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ആ പ്രവർത്തികളാണ് അല്ലാഹുവിന് ഇഷ്ടം. അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആയിട്ടുള്ളത് വായിക്കുക. അപ്പം അതിൽ കൂടെ പലതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അസ്സലാമു അലൈക്കും.